അപ്പൊ എന്താണ് പ്രധാനപ്പെട്ട വാർത്ത? ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഇന്ത്യക്ക് അഭിമാനമായിട്ട്, ഇന്ത്യയുടെ അഭിമാനം എന്ന് പറയുന്നത് അഭിമാനം എന്നല്ല, വാർത്തയിൽ പറയുന്നുണ്ട്, ഭാരതസഭയ്ക്ക് ആനന്ദ നിമിഷം. മാർ ജോർജ് കൂവക്കാട്ട് കർദിനാളായി അഭിഷിക്തനായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് എല്ലാ പത്രങ്ങളുടെയും പ്രമുഖമായിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്ത. ക്രിസ്മസ് മാസത്തിൽ ഭാരത കത്തോലിക്ക വിശ്വാസികളുടെ മനസ്സുകളിൽ നക്ഷത്ര ദീപങ്ങൾ തെളിയിച്ച് മാർ ജോർജ് ജേക്കബ് കൂവക്കാട് കർദിനാളായി അഭിഷിക്തനായി. അദ്ദേഹം ഇപ്പൊ നമ്മുടെ സീറോ മലബാർ സഭയുടെ ഒരു വൈദികൻ എന്ന നിലയിൽ നിൽക്കുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം നേരെ വൈദിക സ്ഥാനത്ത് നിന്നും ഡയറക്റ്റ് ആയിട്ടാണ് കർദിനാൾ സ്ഥാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ വൈദികൻ എന്ന് പറയുന്നതിനേക്കാൾ മേലോട്ട് വേറെ കുറെ ഉണ്ടല്ലോ, വികാരി ഉണ്ട്, ആർച്ച് ബിഷപ്പ്, അങ്ങനെ പ്രധാനപ്പെട്ട പല ഘടകങ്ങളും ഉണ്ടല്ലോ. അങ്ങനെ പദവികളിൽ നിന്നും അങ്ങനെ എത്തിയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ കർദിനാൾ എത്തുന്നത്. കർദിനാളിന്റെ മേളിൽ നിൽക്കുന്നത് പിന്നെ നമ്മുടെ പോപ്പ് മാത്രമാണ്, മാർപ്പാപ്പ മാത്രമാണ് ഉള്ളത്. അപ്പോൾ വൈദിക സ്ഥാനത്ത് നിന്നും ഡയറക്റ്റ് ആയിട്ട് കർദിനാൾ സ്ഥാനത്തേക്ക് എത്തിയ വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പോൾ ഇന്നലെയാണ് അദ്ദേഹം കർദിനാളായിട്ട് സ്ഥാനം ഏറ്റത്. ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ കർദിനാൾ ആക്കിയിരിക്കുന്നത്. കേരളത്തിൽ നിന്നും നിരവധി മറ്റ് ആളുകളും അവിടെ ചെന്നായിരുന്നു. നമ്മുടെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് ഇതിന്റെ പരിപാടികളൊക്കെ നടന്നത്. ഇന്ത്യൻ സമയം ശനിയാഴ്ച രാത്രി 8:30 ചടങ്ങുകൾ തുടങ്ങി. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലും മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടവും സഹകാർമ്മികരായി ഉണ്ടായിരുന്നു. മാർപ്പാപ്പയുടെ കൂടെ അവരും ഉണ്ടായിരുന്നു. മാർ കൂവക്കാടിന്റെ സ്വന്തം രൂപതയിൽ മേൽപ്പട്ടക്കാർ ചടങ്ങിൽ ശുശ്രൂഷ വഹിച്ചത് അപൂർവ നിമിഷമായിരുന്നു. സ്വന്തം ആർച്ച് ബിഷപ്പ്, പല കാര്യങ്ങളും ഉണ്ടല്ലോ, അവരൊക്കെയാണ് അദ്ദേഹത്തെ കർദിനാളാക്കി അവരോധിക്കാൻ വേണ്ടി മുൻപന്തിയിൽ ഉണ്ടായിരുന്നെന്ന് ഓർക്കുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നിരവധി ആളുകൾ, നമ്മുടെ കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ള നിരവധി ആളുകൾ ചടങ്ങിന് പങ്കെടുത്തിരുന്നു. നമ്മുടെ കേന്ദ്ര ആർച്ച് ബിഷപ്പ് റാഫേൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, സീറോ മലങ്കര മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലിമീസ്, കത്തോലിക്ക ബാവ തുടങ്ങിയവരും ചടങ്ങുകളിൽ പങ്കെടുത്തു. അതിനു പുറമെ സുരേഷ് എംപിയും MLA-മാരായ ചാണ്ടി ഉമ്മൻ, സജീവ് ജോസഫ്, BJP നേതാക്കളായ രാജീവ് ചന്ദ്രശേഖരൻ, അനിൽ ആന്റണി, അനൂപ് ആന്റണി തുടങ്ങിയവരെല്ലാം ഈ പരിപാടിക്ക് പങ്കെടുത്തിരുന്നു. ഇന്ത്യക്ക് മറ്റൊരു കർദിനാൾ കൂടി, ഇന്ത്യക്ക് മറ്റൊരു കർദിനാൾ ഉണ്ടോ? ഇല്ലല്ലേ, ഒരാളേ ഉള്ളൂ. അപ്പം അദ്ദേഹമാണ് ഇദ്ദേഹം. ചങ്ങനാശ്ശേരിക്കാരനാണ്, നമ്മുടെ കോട്ടയം ചങ്ങനാശ്ശേരിയിലുള്ള ആളാണ്. എന്നാണെങ്കിലും ഭാരതത്തിന്റെ അഭിമാന നിമിഷം, ആനന്ദ നിമിഷം, ഭാരതസഭയ്ക്ക് പുതിയൊരു കർദിനാൾ കൂടി എത്തിയിരിക്കുകയാണ്.